എൻ്റെ ചാനലിന്റെ പേര് എന്താണെന്നറിയോ? അൺകട്ട്സ് ബൈ സിമി ഗിരീഷ്. ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ചെറുതിലുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഓർമ്മ എങ്ങനെയായിരിക്കും? കുട്ടിക്കാലത്തുള്ള ഓർമ്മ കുട്ടികളെ പോലെ ആയിരിക്കും. അതല്ല, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അന്ന് എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ ജനിച്ച സമയത്തും. ശരിക്കും മൂന്നാമത്തെ നിലയിൽ നിന്ന് പൂളിലേക്ക് ചാടിയിരുന്നോ? ഈ സംശയം എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഒരു മാധ്യമങ്ങളോട് ചോദിച്ചില്ല? അവര് ഹെഡിങ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവണം. വളരെയധികം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഡാഡി അമ്മ. എനിക്ക് എന്തിനോടൊക്കെ താല്പര്യമുണ്ട്, എന്തിനോടൊക്കെ താല്പര്യമില്ല എന്നുള്ളത്. അതിനനുസരിച്ചാണ് അവർ വിടുന്നത്. ഡാഡി പിന്നെ ഡാഡിക്ക് എന്താവണം എന്നുള്ള ആഗ്രഹം ഡാഡി ഞങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നില്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. ഇപ്പൊ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊരു അങ്ങനെ തോന്നലുകൾ ഇല്ല. ഇല്ല. കാരണം എനിക്ക് കമ്പാനിയൻഷിപ്പിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഈ കമ്പാനിയൻഷിപ്പ് ആവശ്യമുള്ളവർ മാത്രമേ വിവാഹത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് സംസാരിച്ചിരുന്നോ ആൾക്കാരെ? ഡാൻസ് സംഘത്തിൽ ഉദ്യോഗസ്ഥനായില്ലേ? ഞാൻ പറഞ്ഞു അതൊരു സിനിമയായിരുന്നത് അല്ല. അപ്പൊ വാർത്ത കറക്റ്റായിട്ട് വായിക്കണേ. ഷൈൻചേട്ടൻ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന്? ഞാൻ തന്നെ കൊടുക്കണം വാർത്തയില്. വാർത്തകൾ സത്യമല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. വാർത്തകൾ എന്നും വാർത്തകൾ മാത്രമാണ്. അത് കാശുണ്ടാക്കാനും മാത്രമായിട്ട്. എല്ലാ നാട് നന്നാക്കാനല്ലോ. ഹായ്, ഹലോ, നമസ്കാരം. ഇത്രയും ദിവസം പല പ്ലാറ്റ്ഫോമിൽ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല റോളിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിക്കൊപ്പമാണുള്ളത്. വെൽക്കം ടു ദ ഷോ ഷൈൻചേട്ടാ. ഓക്കെ, എൻ്റെ ചാനലിന്റെ പേര് എന്താണെന്നറിയോ? അൺകട്ട്സ് ബൈ സിമി ഗിരീഷ്. ഓക്കെ, എന്ത് തോന്നുന്നു ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാനിപ്പോ ഇന്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഓരോ ചാനലിന് ഇന്റർവ്യൂസ് കൊടുക്കും. അപ്പൊ അതിന്റെ അവതാരകർ വരും. അടുത്ത പ്രാവശ്യം അവതാരകർ ഓരോ ചാനൽ തുടങ്ങും. അങ്ങനെ ഇപ്പൊ സിമിയും ഒരു ഏറ്റവും അവസാനം വന്ന ഒരു ചാനൽ എന്റെ ആയിരിക്കും തോന്നുന്നു. അല്ലല്ല, ഇനിയും ചാനലുകൾ വരും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ ചാനൽ ബിസിനസ് നല്ല ലാഭമുള്ള ബിസിനസ് ആണ്. ഇതിന്റെ ലാഭവും നഷ്ടത്തെ പറ്റി ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല, സ്റ്റഡി ചെയ്തിട്ടുമില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ്. ഇവിടെ ചെലവുണ്ട് അതിന്? ചെലവുണ്ട്, നല്ല ചെലവുണ്ട്. നല്ല ചെലവുണ്ടെന്ന് ഇത്ര ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതെന്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങുന്ന എന്ന പോലെ തന്നെ നമുക്ക് ഷൈൻചേട്ടന്റെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പോന്നാലോ? പോരാ. ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ചെറുതിലുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഓർമ്മ എങ്ങനെയായിരിക്കും? കുട്ടിക്കാലത്തുള്ള ഓർമ്മ കുട്ടികളെ പോലെ ആയിരിക്കും. അതല്ല, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്നാലും എന്താണ് പറയാൻ തുടങ്ങേണ്ടത്? ഷൈൻചേട്ടൻ ഇപ്പം നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ഒരു നടനായിട്ടാണ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ എത്തിയ സ്റ്റോറീസ് ഒക്കെ നമുക്കറിയാം. കുട്ടിക്കാലത്ത് ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കില്ലേ, നീ വലുതാകുമ്പോൾ എന്താവും? അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയില്ലേ, എനിക്ക് വലുതാകുമ്പോൾ ഇങ്ങനെ ആവണം എന്നുള്ള കാര്യം പറയില്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചെറുതിലുള്ള? എനിക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ ആക്ടർ ആവാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചെറുപ്പത്തിലെ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നു ഡാഡി മമ്മി. അത് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെയാണ് ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ള ഒരു പഞ്ചായത്ത്. അതായത് വസന്തം, പൗർണമി, ലക്ഷ്മി, ശക്തി, അലങ്കാർ, ഐശ്വര്യ, ഈ 6 തിയേറ്ററുകളുണ്ട് ആ പഞ്ചായത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശനി ഞായറുകൾ ദിവസങ്ങൾ സിനിമയ്ക്ക് പോകുക എന്നുള്ളതാണ് ഒരു സാധാരണ മലയാളിയുടെ അപേക്ഷിച്ചുള്ള അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് മുതലേ സിനിമ നന്നായി കണ്ടിരിക്കുന്നു മമ്മീൻ്റെ അടിയും പറയാറുണ്ട്. അതായത് ബഹളമൊന്നും വയ്ക്കാതെ. അല്ലെങ്കിൽ നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾ കരച്ചിലും പിന്നെ ആ കൊച്ചുങ്ങളെ അച്ഛന്മാരെടുത്ത് പുറത്ത് നടക്കലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കലോ അങ്ങനത്തെ നമ്മൾ കാണാറുണ്ട് ഞാൻ വലുതായതിനു ശേഷം. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ ചെറുപ്പത്തിലേ നമ്മുടെ മുന്നിലുള്ള ഈ ചിത്രങ്ങളും ശബ്ദങ്ങളും ഒക്കെ കണ്ട് കേട്ടും ഇരിക്കാറുണ്ട്. അപ്പോൾ ഗ്രാജുവലി പിന്നെ അത് ബോധത്തിലേക്ക് എത്തുന്നു പോകും. അതേപോലെ ചെയ്യാനും
അതിലൊരാളാവാനും നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെ സ്കൂളുകളിൽ നമ്മൾ ചെറുപ്പത്തിൽ ടീച്ചർമാർ വരുന്ന സമയത്ത്, അത് പുതിയ ടീച്ചർമാർ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ എല്ലാ കുട്ടികളെയും പേര് പറഞ്ഞ് എഴുന്നേറ്റ് നിർത്തിക്കും. പേര് പറയാൻ പറയും. എന്താവാനാണ് ആഗ്രഹം ചോദിക്കുമ്പോൾ ആക്ടർ ആവണമെന്ന് നമ്മൾ പറയാറില്ല. ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ഒരു സൂത്രം ഡോക്ടർ ആവണമെന്ന് നമ്മൾ പറയാറില്ല. അതിപ്പോൾ ഒരു കുട്ടീനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ എഞ്ചിനീയർ എന്നുള്ളൊരു വാക്ക് കിട്ടിയിരുന്നു, എവിടെ നിന്നോ ആരോ പറയണ കേട്ടിട്ട്. അപ്പോൾ എഞ്ചിനീയർ ആവണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഉള്ളിൽ എപ്പോഴും ആക്ടർ ആവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടോ നമുക്ക് പുറത്തേക്ക് ഒരു ആഗ്രഹം എന്ന രീതിയിൽ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്തേക്ക് പറയാൻ തോന്നിയിരുന്നില്ല. അതായിരുന്നു. പിന്നെ അതങ്ങനെ തുറന്നു പറയില്ല, അതിലേക്ക് എത്താനുള്ള എന്താണ് ചെയ്യേണ്ടത് ആ രീതികളിലൂടെ പോവുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഇപ്പോൾ അന്ന് നമ്മൾ സിനിമയിലേക്ക് എത്തിയിരുന്നത് ആളുകൾ അധികവും യുവജനോത്സവ വേദികളിൽ നിന്നാണ്. അതിനു മുന്നേ നാടകവേദികളിൽ നിന്നാണ് സിനിമകളിലേക്ക് എത്തിയിരുന്നത്. അന്ന് നമ്മൾ കേട്ടിരുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ നിന്ന് സിനിമയിലേക്ക് മോനിഷ, വിനീത് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ നമ്മൾക്കൊരു ചെറിയ ഐഡിയ കിട്ടി, അപ്പോൾ സ്കൂൾ കലോത്സവ വേദികളിൽ പങ്കെടുത്താൽ സിനിമയിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതിൽ മെയിനായിട്ട് മോണാക്ട്, നാടകം, കഥാപ്രസംഗം, അങ്ങനത്തെ. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഡാഡിയും മമ്മിയും നല്ല സപ്പോർട്ടാണ്. ഒരു അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യാതെ ഒരു മക്കൾക്കും കയറി വരാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ അത്യാവശ്യം ചിലവുള്ള പരിപാടികളാണ്. അങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. മോണാക്ട് പഠിപ്പിക്കാൻ വന്നിരുന്നു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടന്നിരുന്നു. പിന്നെ കഥാപ്രസംഗവും പുള്ളി തന്നെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ സ്കൂൾ കലോത്സവ വേദികളിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്, ഞാൻ വളരെ ചെറുപ്പത്തിലേ ഞങ്ങൾ ഡാഡിയും മമ്മിയും തൃശ്ശൂരുള്ള ആളുകളാണ്. അവർ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ് താമസിക്കുന്ന സമയത്ത്, അവർ വന്ന് താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ കമൽ സാറ് വന്ന് താമസിച്ചിരുന്നു. അതായത് സാറിൻ്റെ വൈഫ് അന്ന് MES കോളേജിലാണ് വർക്ക് ചെയ്തത്. ആദ്യമായിട്ട് അവരും കല്യാണം കഴിഞ്ഞ് സാറിൻ്റെ വൈഫിന് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയിരുന്നത് MES കോളേജിലാണ്. അപ്പോൾ അവരും കൊടുങ്ങല്ലൂരാണ് അവരുടെ വീട്. അങ്ങനെ പൊന്നാനി വന്ന് താമസിച്ചത് ഡാഡിയും മമ്മിയും താമസിക്കാൻ തിരഞ്ഞെടുത്ത അതേ കോമ്പൗണ്ടിലെ വീടിൻ്റെ അപ്പുറത്ത്. അന്ന് എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ ജനിച്ച സമയത്തും. അപ്പോൾ എനിക്കറിയില്ല ആരാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്നത്. പിന്നീട് ഡാഡിയും മമ്മിയൊക്കെ പറയണ കേട്ടിട്ടാണ് അത് സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണ്, ഇങ്ങനത്തെ സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണ്, പുള്ളിയുടെ മകനാണ് പപ്ലു, അതായത് ജെൻസ്, അവനെ ആയിട്ടാണ് നീ കളിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നീട് സിനിമയിലേക്ക് വരണം, ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എപ്പോഴും അതൊരു കശിത്തുരുമ്പായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ ഈ സാറിൻ്റെ അടുത്ത് വലുതായി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചേട്ടൻ്റെ മകനാണ് അല്ലെങ്കിൽ മരി ടീച്ചറുടെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടുകയും ആ ഒരു പ്രതീക്ഷയുടെ മേലെയാണ് പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ യാത്രയായിരുന്നു. 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ. പൊതുവെ ഒരു അധ്യാപകന്റെ മകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചർ ആകണം എന്നുള്ളൊരു എങ്ങനെയൊക്കെയോ അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഒരു അധ്യാപകനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എന്നല്ല, അങ്ങനെ ഒരു പ്രഷർ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ക്ലാസ്സുകളിൽ നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവും ഇവന് എന്തിനോടാണ് താല്പര്യം എന്നുള്ളത്. അത് ഒരു എല്ലാ മാതാപിതാക്കൾക്കും മനസ്സിലാക്കുമായിരിക്കും. അവൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ സ്കൂളുകളിൽ പോയിട്ട് അവൻ ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവനെ പറ്റി അധ്യാപകർ പറയുന്നതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടവർ എന്താണ് അവരുടെ മകന് താല്പര്യമുള്ളത്, എന്താണ് താല്പര്യമില്ലാത്തത്. പിന്നെ ആ സമയത്ത് സ്കൂളിൽ വിട്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു പഠനം എല്ലാവർക്കും വേണമല്ലോ 10ാം ക്ലാസ് വരെ. അതുകൊണ്ടും ആ 10ാം ക്ലാസ് എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ വളരെയധികം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഡാഡിയും അമ്മയും. എനിക്ക് എന്തിനോടൊക്കെ താല്പര്യമുണ്ട്, എന്തിനോടൊക്കെ താല്പര്യമില്ല എന്നുള്ളത്.
അതിനനുസരിച്ചാണ് അവർ വിടുന്നത്. അല്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്, അതായത് മമ്മിക്ക് വക്കീലാവണം എന്നായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ മമ്മിയുടെ ആഗ്രഹം ഞങ്ങളുടെ അടുത്ത് പറയാമെങ്കിലും ഒരിക്കലും മമ്മിയും വക്കീലാവാൻ നമ്മളാരും പ്രഷർ ചെയ്തിട്ടില്ല. ഡാഡി പിന്നെ ഡാഡിക്ക് എന്താവണം എന്നുള്ള ആഗ്രഹം ഡാഡി ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. നമ്മൾ ഡാഡിയുടെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി എപ്പോഴേലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു അമ്മയുടെ അടുത്ത് അത്ര ക്ലോസ് ആയി സംസാരിക്കുന്നത് പോലെ ഡാഡിയുടെ അടുത്ത് നമ്മൾ അങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു? ഇല്ല, ഡാഡി ഭയങ്കര കൂളായിരുന്നു. എപ്പോഴാ ഷൈൻ ചേട്ടനോട് ഡാഡി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയി തുടങ്ങി, അല്ലെങ്കിൽ ഒരു എന്തിനേലും ഒരു നിയന്ത്രണം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയത് എപ്പോഴായിരുന്നു? അങ്ങനെ എന്നോട് അങ്ങനെ നിയന്ത്രണം വേണമെന്ന് ഡാഡി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ഒരു ഇപ്പം കുറച്ച് കാലമായിട്ട് ഡാഡീനെ മമ്മിയൊക്കെ ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡാഡിക്ക് എപ്പോഴെങ്കിലും എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ വളരെയധികം അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്ന സമയങ്ങളിലാണ് അവർ കൺട്രോൾ ചെയ്യാൻ വരാറുള്ളൂ. അതിപ്പോൾ എൻ്റെ താഴെയുള്ള എൻ്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും എൻ്റെ താഴെയുള്ള പിള്ളേരാണെങ്കിലും ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അല്ലെങ്കിൽ വളരെയധികം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും വീട്ടിലിരിക്കുമ്പോൾ. എന്താണ് അനിയത്തി വരാത്തത്, എന്താണ് അനിയൻ വരാത്തത് എന്നുള്ള ടെൻഷൻ. അപ്പം ഞാനിങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്ര ടെൻഷനുണ്ട് എന്നുള്ളത് എനിക്ക് അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്ന സമയത്ത് അറിയാമെങ്കിൽ കൂടി ഈ അൺകൺട്രോൾഡ് ആയിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ഇവരുടെ ടെൻഷൻ അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ആരുടെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും. സെൽഫിഷ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ സെൽഫിഷ് ആയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന് ഭൂമിയിൽ ജനിക്കാനേ പറ്റില്ല. നമ്മൾ പറയില്ലേ, ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേമാണ് ഭൂമിയിൽ വന്ന് പിറക്കുന്നത്. അപ്പോൾ അതിലൊരു കോമ്പറ്റീഷൻ ഇല്ലേ? ആ സമയത്ത് നമ്മൾ സെൽഫിഷ് ആയിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ അതിൽ വിൻ ചെയ്യും? അപ്പം നമ്മൾ ആ സമയത്ത് ബാക്കിയുള്ളവരെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ഇവിടെ ജനിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സെൽഫിഷ് ആയിട്ടുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ. ഈ സെൽഫിഷ്നെസ് എപ്പോഴും മോശമല്ല. പക്ഷേ ഇത് നമ്മളിവിടെ വന്ന് പിറന്നു, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആവുമ്പോൾ ഈ സെൽഫിഷ്നെസ് കുറേ പേർക്ക് മോശമായിട്ട് മാറും. അങ്ങനെ മാറിയിട്ടുണ്ടോ ലൈഫിലെ? മാറിയിട്ടുണ്ടാവും. ഞാനതാ പറഞ്ഞത്, ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഇവരുടെ ടെൻഷൻ മാറ്റണോ എന്ന് ആലോചിക്കുന്ന സമയത്ത് കുറേ സമയങ്ങളിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാൻ മുന്നോട്ട് പോകാറുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ ഇവരുടെ ടെൻഷൻ മാറ്റാനായിട്ട് അങ്ങനെയും പെരുമാറാറുണ്ട്. പക്ഷേ ഇത് ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അൺകട്ട്സ് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ലൈഫായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, ലൈഫ് അൺകട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻറ്റിലൂടെ. അപ്പം ഷൈൻ ചേട്ടൻ ആദ്യമായിട്ട് ലൈഫിൽ കട്ട് ചെയ്യണം, ഈ സാധനം എനിക്ക് ലൈഫിൽ അൺകട്ട് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയത് എന്തായിരിക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നില്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. ഓ, അങ്ങനെ ഷൈൻ്റെ വ്യക്തി അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? അങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പിറന്ന സ്ഥിതിക്ക് ഏറ്റവും വലിയ അൺകട്ട് അതല്ലേ. കാരണം ഈ ഭൂമിയിൽ വന്ന് പിറന്നത് കൊണ്ടാണ് ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകണം, പിന്നെന്തിനും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു അല്ലേ? ഇതെല്ലാം നമുക്ക് നേടണം, എന്നാൽ ഇതെല്ലാം നമുക്ക് കൈപിടിയണം. അപ്പം എന്തിനും നമ്മളിതെല്ലാം നേടുന്നു? ഒന്നും നമുക്ക് സ്വന്തമല്ല, എന്നാൽ എല്ലാം നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കരുതണം. എന്നാൽ നമ്മൾ എന്തിനു സ്വന്തമാക്കാൻ വരുന്നു അല്ലേ? നമ്മളിനി എന്തൊക്കെ പേര് നേടിയാലും ആ പേരൊക്കെ നമുക്ക് കളയണം. എന്നാൽ പിന്നെ നമ്മൾ എന്തിനീ പേര് സ്വന്തമാക്കാൻ വരുന്നു? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നു എന്ന് ഒരിക്കലെങ്കിലും ആലോചിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. കാരണം എല്ലാം നമുക്ക് കിട്ടും വേണം, എന്നെല്ലാം നമുക്ക് ഉപേക്ഷിക്കും വേണം. എല്ലാവരും സ്നേഹിക്കും വേണം, എന്നാൽ എല്ലാവരെയും വെറുപ്പിക്കും വേണം. വേണ്ടേ?
അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ വേണ്ടി അപ്പൊ അങ്ങനെ ചിന്തിക്കാത്ത ആളുകള് എന്തിനാണ് ഈ ഭൂമിയിൽ ജനിക്കണം? അപ്പൊ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് തന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജനിക്കാതിരുന്നുകൂടെ ആയിരുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും. അതൊക്കെ ആലോചനകളാണ്, അതൊക്കെ എന്നതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിന് അൺടച്ച്ഡ് ആയിട്ടിരിക്കണം, ടച്ച്ഡ് ആയിട്ടിരിക്കണം. ലൈഫിൽ എടുത്ത ഒരു ഡിസിഷൻ, ലൈഫിൽ ഒരു ഡിസിഷൻ മാത്രമല്ല എടുക്കുന്നത്. ലൈഫിൽ എടുത്ത കുറേ ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഈ ഇന്റർവ്യൂവിന് വരുന്നത് ഒരു ഡിസിഷനല്ലേ? അതെ, എടുക്കണോ, വരണോ, വരണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുന്ന സമയങ്ങളുണ്ട്. ഡിസിഷനിലേക്ക് എത്തിക്കാൻ ഞാൻ കുറെ ഹാർഡ് വർക്ക്. എന്റെ ഡിസിഷനേക്കാൾ കൂടുതൽ മമ്മി ഒരു കാര്യം അല്ലെങ്കിൽ ഡാഡി ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ അനിയൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നും. ഞാൻ ചെയ്യാതിരിക്കാറുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതെനിക്ക് തന്നെ വേദനയുണ്ടാകും. അത് കാരണം ഞാൻ ചെയ്യും. നമ്മളിപ്പം ലൈഫിൽ കുറേ ഡിസിഷൻ എടുത്തതിൽ ഒരു ഡിസിഷൻ എനിക്കിത് വേണ്ടായിരുന്നു, ഇത് അൺകട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഡിസിഷനോ എന്തെങ്കിലും മൂമെൻറ്റ്സോ എന്തെങ്കിലും ഒരു വ്യക്തിയോട് ഒരു നോ പറയുന്നതിലാണെങ്കിലും അത് വേണ്ടിയിരുന്നില്ല ഒന്ന് തോന്നിയിട്ടുള്ളൊരു മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രത്യേക മൂമെന്റുകളില്ല. വിവാഹം കഴിക്കാമെന്നെടുത്ത് തീരുമാനം വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നലുകളില്ല. ഇല്ല. കാരണം എനിക്ക് കമ്പാനിയൻഷിപ്പിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഈ കമ്പാനിയൻഷിപ്പ് ആവശ്യമുള്ളവർ മാത്രമേ വിവാഹത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇടക്കാലങ്ങളിൽ. അതായത് എനിക്ക് സ്ത്രീകളുമായിട്ട് ബന്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ല, വിവാഹം എന്ന് പറയുന്ന ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഒരു വ്യക്തിയെ നമ്മൾ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയാണ്. അത് തൻ്റെ കൂടെ നടക്കാനും ചിന്തിക്കാനും മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും കൂടി. അത് എനിക്ക് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ അങ്ങനെ തോന്നാറുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ അതിനെനിക്ക് പറ്റാറുള്ളൂ. മറ്റു സമയങ്ങളിൽ ആ വ്യക്തിയും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാമീപ്യവും എനിക്ക് ഒരു ബേർഡനായിട്ട് വരാറുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല, എനിക്ക് കമ്പാനിയൻഷിപ്പ് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആളുകളായിട്ട് പെരുമാറുന്നതിൽ മോശമായിട്ട് പെരുമാറാറില്ല. പക്ഷെ ഈ സമയം കൂടുമ്പോൾ, ഈ കമ്പാനിയൻഷിപ്പിൻ്റെ സമയം കൂടുമ്പോൾ ഞാൻ അവർക്ക് മോശക്കാരനാവും, അല്ലെങ്കിൽ അവരെനിക്ക് മോശക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിവാഹമെന്ന് പറയുന്ന ആ സംഭവം വർക്കാവുന്നില്ല. വിവാഹം വർക്കാകുമെങ്കിലും ലിവിങ് റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കിയില്ലേ? ഇപ്പം ഓപ്പൺലി ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും മീഡിയയ്ക്ക് മുന്നിൽ അറിയാവുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എനിക്ക് കമ്പാനിയൻഷിപ്പ് വർക്കാവാത്തത് കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് വർക്കാവാത്തത്. കുറച്ച് നേരമൊക്കെ നമുക്ക് ഇടപഴകാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റും. അത് കഴിയുമ്പോൾ ഞാൻ അവർക്കും അവർ എനിക്കും തികച്ചും ശത്രുക്കളാവും, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ളവരായി മാറും. അപ്പോൾ അത് ആ റിലേഷൻ വർക്കാവില്ല. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ കുറേ സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തിയാണല്ലോ. സൗഹൃദത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സൗഹൃദങ്ങൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം സൗഹൃദങ്ങൾ റിലേഷൻഷിപ്പ് പോലെയല്ലല്ലോ, അവർ ഫുൾ ടൈം ഉണ്ടാവില്ലല്ലോ. അവരിപ്പോൾ കുറച്ച് നേരത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ വ്യക്തികൾ അവരുടെ ലൈഫിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അവർ പോകുമല്ലോ. സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിമാരും ഒക്കെ ആയിട്ടുള്ളതിലും ഈ സ്ഥിരമായിട്ടുള്ളതൊരു ജീവിത സാഹചര്യം ഉണ്ടാവുന്നില്ല. ഞാൻ എൻ്റെ വർക്കായിട്ട് പോവും, അവരവരുടെ വർക്കായിട്ട് പോവും, അവരവരുടെ പ്രവർത്തന മേഖലകളായിട്ട് പോകും, ഞാൻ എൻ്റെ പ്രവർത്തന മേഖലകളായിട്ട് പോകും. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നില്ല. അപ്പോൾ അവിടെയും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇനി സ്ഥിരമായിട്ട് കുറച്ച് കാലം നിൽക്കുമ്പോൾ അവിടെ സ്വരാസങ്ങളും അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളും ഒക്കെ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ല, എന്താണ് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയാത്തത്? സെൽഫിഷ് ആയതുകൊണ്ട്. അങ്ങനെ ആയത്. അപ്പം ഷൈൻ ടോം എന്ന വ്യക്തി സെൽഫിഷ് ആണെന്ന് അതാണല്ലോ ഞാൻ പറഞ്ഞത്. സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഫേമാണല്ലോ മുന്നിലെത്തുകയും മറ്റുള്ളവരെ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് വരുന്നതും. അപ്പൊ ആ സെൽഫിഷ്നെസ് എൻ്റെ ഉള്ളിൽ അകത്തുണ്ട്. ഇതിനെയാണല്ലോ നമ്മൾ ആദിപാപം എന്ന് പറയുന്നത്. ഈ പാപത്തെയാണല്ലോ ക്രിസ്ത്യാനികൾ മാമോദീസയിലൂടെ ഇല്ലാതെയാക്കാൻ നോക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഒഴുക്കിയൊരു പാപം ചെയ്തിട്ടാണല്ലോ ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്. ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് പറയുന്നത്.
അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അടർന്നു വീണ കണിക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അടർന്നു വീണ കണിക എന്ന് പറഞ്ഞാൽ ആദ്യമേ പാപം ചെയ്തിട്ടുള്ള വ്യക്തിയല്ലേ. അങ്ങനെ ഞാനല്ല ട്രാൻസിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിൽ ഞാൻ അത്രയും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അത്രയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അല്ലാതെ ഞാൻ ഇവിടെ വെറുതെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ വേറെ രീതിയിൽ ആക്കില്ലേ? ഇല്ല, ആക്കില്ല. പക്ഷെ ഞാൻ ആക്കില്ല. അതാവും അത് അതിനകത്തൊരു പ്രോമിസ് അത് പ്രോമിസ് അല്ല. അത് എനിക്കല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ ഒരാളിൽ വേദന ഉണ്ടാക്കാനുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സ്വയം വേദനിക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം ഇത്രയും സിനിമകൾ ചെയ്തതിൽ ഏതെങ്കിലും ഒരു സിനിമ ഇത് വേണ്ടായിരുന്നു, ഇത് കട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ സെലക്ഷനിൽ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരാൾക്കും എല്ലാം നല്ലത് മാത്രം സെലക്ട് ചെയ്യാനും ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആരും മോശം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ ചെയ്തു വരുമ്പോഴാണല്ലോ ഇത് എങ്ങനെയാവും. ഇപ്പം നമ്മളൊക്കെ ഉണ്ടായില്ലേ, അപ്പം നമ്മളുണ്ടായതിനു ശേഷം അയ്യോ ഈ പയ്യൻ വേണ്ടായിരുന്നു, ഈ കുട്ടി വേണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ആലോചിക്കുമോ? അങ്ങനെ ആലോചിക്കുന്നത് തെറ്റല്ലേ. പിന്നീടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും കൂടെ കൂട്ടിയ ചില ശീലങ്ങൾ കട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതങ്ങനെ എങ്ങനെ സംഭവിക്കില്ലായിരുന്നു? എന്തെങ്കിലും ലൈഫിൽ എന്നാ പിന്നെ ലൈഫിൽ ജനിക്കുന്നത് മുതൽ നമുക്ക് ജനിക്കാതിരിക്കായിരുന്നു. ജനിച്ചാൽ പാല് കുടിക്കാതിരിക്കായിരുന്നു, സെർലാക്ക് കഴിക്കാതിരിക്കായിരുന്നു, പഞ്ചസാര ഉപയോഗിക്കാതിരിക്കായിരുന്നു, ഉപ്പ് ഉപയോഗിക്കാതിരിക്കായിരുന്നു, അരി കഴിക്കാതിരിക്കായിരുന്നു, ഈ പറഞ്ഞ മിഠായി കഴിക്കാതിരിക്കായിരുന്നു, പായസം കുടിക്കാതിരിക്കായിരുന്നു. ഇങ്ങനെയൊക്കെ ആലോചിക്കണ്ടേ ഞാൻ? കാരണം ഇതെല്ലാം നമ്മുടെ ആരോഗ്യം ഇല്ലാതെയാക്കുന്ന സാധനമാണെന്ന് മനസ്സിലായില്ലേ. ഏറ്റവും കൂടുതൽ ഉപ്പും പഞ്ചസാരയാണ് ഒരു മനുഷ്യൻ കട്ട് ചെയ്യേണ്ട സാധനം. ഇത് നമ്മൾ ചെറുപ്പം മുതലേ കഴിക്കുന്നില്ലേ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ പഞ്ചസാര ഇടാതെ കഴിക്കണമെന്ന്? പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടും നിങ്ങൾ എന്നിൽ നിന്ന് പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് എന്താണെന്നും എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ അതിലേക്ക് ഒരിക്കലും എത്തില്ല. കാരണം നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഒരു സാധനത്തിന് മാത്രമാണ് അങ്ങനെ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എല്ലാത്തിനും എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. ഭൂമിയിൽ എല്ലാത്തിനും ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം ഞാൻ പെർട്ടിക്കുലറായിട്ട് ഒരു സാധനത്തെ പറ്റി മാത്രം പറയുമ്പോൾ ഞാൻ എത്തിക്സ് ഇല്ലാത്ത ഒരാളായി മാറും. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ സമൂഹത്തിൽ ഇപ്പം ഇന്നത് കാര്യം ചെയ്യാൻ പാടില്ല, സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നെല്ലാം ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചോദിക്കും താൻ? ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂ കൊടുക്കണ്ട, ഇത് രണ്ടും നല്ലതാ അല്ലേ? അപ്പൊ ഞാൻ കൊടുക്കാതിരുന്നാലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കൊടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? അത്രയുള്ള കാര്യം. അതെ, ഇഷ്ടത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കണ്ടെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്, കൊടുക്കാതിരിക്കുന്ന പറയുന്നവരുണ്ട്. അപ്പൊ അത് അവരൊക്കെ ഇഷ്ടക്കേടാക്കില്ല ഞാൻ. അപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ. അപ്പൊ പിന്നെ അതാണ് ഞാൻ പറയുന്നത്. പരാജയങ്ങളെ ജീവിതത്തിൽ എങ്ങനെ ഫേസ് ചെയ്യാം? വിജയങ്ങളായിട്ട് ഫേസ് ചെയ്യും. അല്ല, വിജയമുണ്ട്, പരാജയം എന്തിന്റെ മുന്നോടിയാണെന്ന് പറയാം? വിജയത്തിന്റെ മുന്നോടിയാണ്. പരാജയത്തിന് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം? സന്തോഷകരമായിട്ട് ഫേസ് ചെയ്യണം. വരാനിരിക്കുന്ന വിജയമായിട്ട് കണക്കാക്കോ? അങ്ങനെ കണക്കാക്കാം. കാരണം ഒരു കുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങണ്ടേ, ഒരു ഇറക്കം കയറി കഴിഞ്ഞാൽ പിന്നെ കയറണ്ടേ. മനസ്സിലായോ? അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ജീവിതം സ്റ്റോപ്പ് ആവുന്നത് ചിലപ്പോൾ ഈ കുന്നിറങ്ങുമ്പോഴായിരിക്കും, അല്ല കുന്ന് കയറുമ്പോഴായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി കുറേ പ്രൊജക്റ്റ് വരാനുണ്ട്. ഇപ്പം അമൽ സാറിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇങ്ങനെ അറിയുന്നു. പുതിയ ലൈഫ് അപ്ഡേറ്റ്സും സിനിമ അപ്ഡേറ്റ്സും എന്താണ്? അമലിൻ്റെ പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ധൂമകേതു എന്ന് പറഞ്ഞിട്ട് സമീറും ഷൈജും പ്രൊഡ്യൂസ് ചെയ്തൊരു പടം, അതായത് നമ്മൾ സുധി ഡയറക്റ്റ് ചെയ്ത പടം, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഹരിദാസ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് അതും കഴിയാനുണ്ട്. പിന്നെ തുടങ്ങാനിരിക്കുന്ന ഒരു തമിഴ് പടം. ഈ ഡാൻസ് അപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ലഹരിക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഡാൻസ് അപ്പ് ടീമിലെ ഒരു പോലീസുകാരന്റെ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ചോദിച്ചിരിക്കാൻ ന്യൂസ് ഒക്കെ അങ്ങനെ വന്നത്? ന്യൂസ് അങ്ങനെയല്ല വന്നത്, ഡാൻസ് അപ്പ് സംഘത്തിൽ ഒരാളായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ ആൾക്കാർ വായിച്ചു വന്നപ്പോൾ ഡാൻസ് അപ്പ് സംഘത്തിലെ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാവണം. അതാണ് ചെറിയ വാർത്തകളുടെ പ്രശ്നേ. അവര് ഹെഡിങ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവണം അതൊരു മൂവിയാണെന്നും മൂവിയിലെ കഥാപാത്രമാണെന്നും വായിച്ചു കഴിഞ്ഞിട്ട് പോലും
ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വിളിച്ച് സംസാരിച്ചിരുന്നോ ആൾക്കാരെ? ആ ഡാൻസ് സംഘത്തിൽ ഉദ്യോഗസ്ഥനായില്ലേ ഞാൻ പറഞ്ഞു അതൊരു സിനിമയായിരുന്നത് അല്ല. അപ്പൊ വാർത്ത കറക്റ്റായിട്ട് വായിക്കണേ. അല്ലാതെ ഞാൻ മൂന്നാമത്തെ നിലയിൽ പൂളിലേക്ക് ചാടി എന്ന് പറയുമ്പോ മൂന്നാമത്തെ നിലയിൽ നിന്ന് പൂളിലേക്ക് ചാടി എന്ന് വിചാരിക്കരുത് നിങ്ങൾ. അല്ല, ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു സാധനമുണ്ട്. ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാനത് ചോദിക്കാം. എനിക്ക് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കലുണ്ടെന്നൊരു താല്പര്യത്തോടുകൂടി ഇരുന്നത്. എങ്കിലും ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, ശരിക്കും മൂന്നാമത്തെ നിലയിൽ നിന്ന് പൂളിലേക്ക് ചാടിയിരുന്നോ? മൂന്നാമത്തെ നിലയിൽ നിന്ന് പൂളിലേക്ക് ചാടിയിരുന്നോ എന്ന് താൻ എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുമ്പോൾ തനിക്ക് ഒന്നാമത് ഫിസിക്സ് അറിയില്ല. താൻ ഇതേവരെ ഒരു പൂളിലേക്ക് ചാടിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് വളരെ വേസ്റ്റ് ആയി പോയി. ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എത്ര ഹൈറ്റിൽ ചാടുന്നു അത്രയും താഴത്തേക്ക് പോയില്ലേ? അതറിയോ? എങ്ങനെ അറിയാം? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലെ പൂളിലേക്ക് ചാടിയ അത്രയും ഹൈറ്റില് ഒരാൾ ചാടി അത്രയും ഹൈറ്റിൽ അയാൾ താഴേക്ക് പോണ്ടേ? തീർച്ചയായിട്ടും. അത്രയും 10 അടി ഹൈറ്റ് താഴ്ചയുള്ള പൂളുണ്ട് ഏതെങ്കിലും? ഇല്ല. ഞാൻ തലമണ്ട അടിച്ചു പോകില്ലേ? ഈ സംശയം എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഒരു മാധ്യമങ്ങളോട് ചോദിച്ചില്ല? ഞാൻ ആ സമയത്ത് ഈ ഫിസിക്സ് പഠിച്ചവരും തലയ്ക്ക് ബോധമുള്ള ആളുകളാണല്ലോ ലോകത്ത്. അപ്പൊ മൂന്നാം നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിൽ പൂളിലേക്ക് ആർക്കെങ്കിലും ചാടാൻ പറ്റുമോ? ഇല്ല. അത് 2020 മോഹൻലാലിന് മാത്രമല്ലേ പറ്റുള്ളൂ? സിനിമയിൽ മാത്രല്ലേ? എത്ര ദൂരം ഹൈറ്റിൽ നിന്നാണോ വെള്ളത്തിലേക്ക് ചാടുന്നത് അത്രയും താഴത്തേക്ക് ഒരു വ്യക്തി പോകും എന്ന് ഉള്ള കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് വരെ അറിയാം. മനസ്സിലായ? അതുകൊണ്ടാണ് നോ ഡൈവിംഗ് എന്ന് പൂളിന്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് രണ്ടാം നിലയിലെ പൂളിലേക്ക് ഞാൻ ചാടിക്കഴിഞ്ഞാൽ എൻ്റെ തലമണ്ട അടിച്ച് ഞാൻ തകർന്നു പോകും അവിടെ തന്നെ. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് എനിക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി ഓടാൻ പറ്റില്ല, എന്നെയും കൊണ്ടു ഓടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലായ? ഇപ്പോഴേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അത് കാരണമാണ് ഈ ഫിസിക്സിൽ 100 മാർക്ക് കിട്ടിയവരും എല്ലാത്തിലും 100 മാർക്ക് കിട്ടിയാലും ജീവിതത്തിൽ അതാരും പ്രയോഗിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ആരും അതിനെ ഉപയോഗിക്കുമില്ല. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അല്ല, ഞാൻ മനസ്സിലാക്കുന്നതല്ലല്ലോ, കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. കുറെ ആൾക്കാരുടെ ഡൗട്ടാണെങ്കിൽ ആരും ഇന്നേ വരെ ആ ചോദ്യം എൻ്റെ അടുത്ത് ഉന്നയിച്ചിട്ടുമില്ല. ഈ ചോദ്യം അല്ലെങ്കിൽ ഈ വാർത്ത വിട്ടവരുടെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന്. ഞാൻ തന്നെ കൊടുക്കണം വാർത്തയല്ലേ? വാർത്തകൾ സത്യമല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? വാർത്തകൾ എന്നും വാർത്തകൾ മാത്രമാണ്. അത് കാശുണ്ടാക്കാനും മാത്രമായിട്ട്. എല്ലാ നാട് നന്നാക്കാനല്ലോ. ചിലതൊക്കെ സത്യം ഉണ്ട് കേട്ടോ. ഇല്ല, ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സത്യമില്ലാന്ന്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എലക്ഷൻ ടൈമാണ്. അപ്പോൾ ഷൈൻ ചേട്ടന് ഒരു ജനപ്രതിനിധി ആകാനോ അല്ലെങ്കിൽ ഒരു വൺ ഡേ മുഖ്യമന്ത്രി ആകാനോ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും? മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വൺ ഡേ മുഖ്യമന്ത്രിയാവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പൊ കുറെ അവസരം ഉണ്ടെന്ന് വിചാരിച്ചു. എങ്ങനെ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുക? ഒരു ഡേ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ശരി, അത് കിട്ടും. ഒരു ജനപ്രതിനിധി ആകാൻ അവസരം കിട്ടില്ല. ഞാൻ അവസരത്തിൽ നിൽക്കുവാറുമില്ല. ഒരു ഇമാജിനേഷൻ ചെയ്യേട്ടാ. എന്തിനാണ് വെറുതെ ഇമാജിനേഷൻ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ജനപ്രതിനിധി ആവുക എന്ന് പറയുന്നത്. ആയിക്കഴിഞ്ഞാലുള്ള നമ്മുടെ ചുമതലകള് അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതും എനിക്കറിയാം. എത്ര നമ്മൾ ഉദ്ദേശിച്ചാലും നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാനുള്ള ആളുകളും എത്രത്തോളം ഉണ്ടെന്നും അത് എത്രത്തോളം നടക്കുന്നു നമുക്കറിയാം. നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വലായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ അത് ചെയ്യിക്കാതിരിക്കാൻ എന്തൊക്കെ പരിപാടികൾ വരും. അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് അത് ചെയ്യിക്കാതിരിക്കാൻ എത്രത്തോളം ശ്രമം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ എന്തൊരു നല്ല പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുന്നോട്ട് കാലുവെച്ചാൽ അതില്ലാതെയാക്കാനും അതിനെ മോശകരമായി ചിത്രീകരിക്കാനും ഇഷ്ടംപോലെ ആളുകൾ വരും. അതുകൊണ്ട് ഒരു ദിവസം ഒരാൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ജസ്റ്റ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കാം, വീട്ടിലിരിക്കാം എന്നുള്ളത്. അല്ല, ഷൈജൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ? വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് വ്യക്തമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാത്തത്. രാഷ്ട്രീയം മോശമാണോ? രാഷ്ട്രീയം മോശമല്ല. എൻ്റെ രാഷ്ട്രീയം മോശമാവാതിരിക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാത്തത്.
മനസ്സിലായ? മനസ്സിലായി. അപ്പം അതെല്ലാം അങ്ങനെ നന്നായിട്ട് പോട്ടെ. അപ്പം ഇത്ര നാളും ഷൈൻ ചേട്ടന് ഒരു ആങ്കർമാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആങ്കർമാർ തരാത്തൊരവസരമുണ്ട് ഞങ്ങളോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ തരുന്നു, ഷൈൻ ചേട്ടന് എന്നോട് ചോദിക്കാം. എന്തുകൊണ്ടാണ് മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനൽ വിട്ട് പുതിയ ചാനൽ തുടങ്ങിയത്? അവര് മോശകരമായ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ നല്ല അവസ്ഥ ഉണ്ടായതുകൊണ്ടാണോ? നല്ല അവസ്ഥയല്ല. ഇപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആങ്കർമാർക്കും അല്ലെങ്കിൽ സ്വന്തമായി അവർക്ക് ഈ ബിസിനസ് പിടികിട്ടി, ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടുന്നു മനസ്സിലായി. അപ്പൊ ആ ലാഭം നമുക്ക് തന്നെ എടുക്കാം, എന്തിനാണ് വേറൊരാളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്ത് കളയുന്നത്? അതുകൊണ്ടാണോ? അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണല്ലേ? പ്രോഫിറ്റ് കിട്ടണ ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് കിട്ടും. ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ അധികം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. അല്ല, ഇൻവെസ്റ്റ്മെന്റ് വേണം തുടങ്ങുന്ന ഇനീഷ്യലായിട്ട്. പിന്നീട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. അത് പറയാൻ പറ്റില്ല. പിന്നെ തുടർന്ന് ഇല്ല, എനിക്കത് പറയണം. ഞാൻ എന്തെന്ന് ചോദിച്ചാല് അല്ല, മീൻസ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത്. എന്നാലും വേറെ ബിസിനസ്സുകൾ പോലെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. അല്ല, ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ സ്വന്തം ഫ്ലോറിലല്ല എന്നറിയാലോ. നാളെ കുറച്ചും കൂടെ കഴിയുമ്പോൾ എനിക്ക് സ്വന്തം ഫ്ലോർ ആവശ്യമായിട്ട് വരും, സ്വന്തം ടെക്നിക്കൽ ടീം വേണ്ടി വരും. ഇപ്പം എനിക്ക് ആകെപ്പാടെ ഉള്ളത് എൻ്റെ ബ്രദർ എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. A-Z കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും പോയിക്കൊണ്ടിരിക്കുന്ന അവൻ്റെയാണ്. അപ്പം നാളെ ഒരു സമയത്ത് നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്പേസ് വേണം, നല്ല ടെക്നീഷ്യന്മാർ വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം എന്ന് ചിന്ത വരുമ്പോൾ വീണ്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അത് ഞാൻ കണ്ടെത്തണം. അത് ഇപ്പം ഗ്രാജുവലി ഇങ്ങനെ കണ്ടതോലെ എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ ലാഭങ്ങളും ഉണ്ട്. പക്ഷേ ഈ ലാഭം ഉണ്ടാകുന്നതോട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ചെറിയ ചെറിയ നഷ്ടങ്ങളും ഉണ്ടാവും. അത് നമ്മൾ ആദ്യമേ ഉൾക്കൊള്ളുക. അത് ഞാനത് ഉൾക്കൊണ്ടിട്ടാണ് ആദ്യമേ ഞാൻ എൻ്റെ നഷ്ടം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ തീരുമാനത്തിലെത്തിയത്. അത് നമ്മൾ ഡെയിലി ട്രൈ ചെയ്യണം ലൈഫിൽ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലാതെ ഒരു സംഭവം തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ലാഭം മാത്രമാണ് വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എപ്പോഴും മുന്നോട്ട് പോകുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിലെല്ലാം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളാവില്ല. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, ഞാൻ ചോദിച്ചിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷൈൻ ചേട്ടാ. നമ്മൾ വീണ്ടും കാണും.